ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറച്ച് ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വന്നിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, നല്ല അടിപൊളി വീഡിയോ ആണ്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഇല്ലേ, നിങ്ങൾക്ക് വിലപ്പെട്ട ആ ഒരു ടിപ്സൊക്കെ അതൊക്കെ മിസ്സാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വളരെ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല അടിപൊളി ക്ലോത്താണ്. ഈ ഒരു ക്ലോത്തിന് മീറ്ററിന് വന്നിട്ട് 40 രൂപയാണ് കേട്ടോ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അല്ലേ? 40 രൂപയാണ് ഈ ഒരു ക്ലോത്തിന് വന്നിട്ടുള്ളത്. നമുക്ക് ക്ലോത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ആയിട്ടുള്ള വീഡിയോസ് ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ക്ലോത്തൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറയട്ടെ, നമുക്ക് ഈ ഒരു സ്ലിറ്റുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ടോപ്പാണ് നമ്മളിവിടെ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് മെഷർമെൻ്റ് ആണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ അളവ് ക്ലോത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ള സൽവാർ വെച്ചിട്ട് അളവെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് കൂടി ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഷോൾഡർ 7 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് അതായത് ഇറക്കം വന്നിട്ട് 7 ഇഞ്ചാണ് കേട്ടോ. ഫ്രണ്ട് നെക്ക് ഇറക്കം ഞാൻ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് നെക്ക് ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്ക് വിഡ്ത്ത് വന്നിട്ട് 3 ഇഞ്ചാണ് കേട്ടോ. വലിയവർക്ക് നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ് നമ്മൾ എടുക്കാറുള്ളത്. ഷോൾഡർ ലെങ്ത്തും 7 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ആം ഹോൾ ഇറക്കം വന്നിട്ട് 7 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചെസ്റ്റ് ലെങ്ത്ത് വേണം. അതിനായിട്ട് നമ്മുടെ ടോട്ടൽ ചെസ്റ്റ് ലെങ്ത്തിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ എനിക്കിവിടെ 9 ഇഞ്ചാണ് വേണ്ടത്. അതിനോട് കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ നെക്കും അതുപോലെ തന്നെ ഷോൾഡറും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ലെങ്ത് എടുത്തേക്കുന്നതൊക്കെ. അപ്പോൾ ഇതാ വീണ്ടും ഞാനിതിൽ പറയുകയാണ്. കാരണം പഴയ വീഡിയോസ് കാണാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും പഴയ വീഡിയോസ് തപ്പിയെടുക്കേണ്ട ടൈം നമ്മൾ വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. മെയിനായിട്ട് നമുക്കറിയേണ്ടത് ഈ ഒരു ഷോൾഡറിൻ്റെ ഇറക്കവും അതുപോലെ തന്നെ ഷോൾഡർ ലെങ്ത്തും അതുപോലെ തന്നെ നെക്കിൻ്റെ ഇറക്കം അതൊക്കെ തന്നെയാണ് കേട്ടോ. കറക്റ്റായിട്ട് അത് മെഷർ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് നല്ല രീതിയിൽ സൽവാർ ആയിക്കോട്ടെ ഫ്രോക്ക് ആയിക്കോട്ടെ എന്തും നമുക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ള മെഷർമെൻറ്റ് നമുക്ക് ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഡ്രസ്സ് വെച്ചിട്ട് മെഷർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ മെഷർ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ക്ലോത്തിൻ്റെ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം നമ്മൾ മെഷർ ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു ഡ്രസ്സാണ്. അപ്പോൾ ആ ഒരു ഡ്രസ്സിൽ ഞാനിതാ 1.5 ഇഞ്ചോളം എക്സ്ട്രാ എടുത്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. മെയിൻ ക്ലോത്തിലോട്ട് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലോട്ട് സ്ലിറ്റിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ അവിടെ നിന്നും നമ്മളൊരു 20 ഇഞ്ച് മാർക്ക് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പറയുമ്പോൾ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം ഷോൾഡറിൻ്റെ അവിടെ. അപ്പോൾ നമ്മുടെ അളവിൻ്റെ ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ അതിനോട് കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു സ്ലിറ്റിൻ്റെ ആ ഒരു പോർഷൻ മാർക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഫുള്ളായിട്ട് മാർക്ക് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്യുക. സ്ലിറ്റിൻ്റെ അവിടെ നമുക്ക് സൈസ് വരുന്നത് നമ്മുടെ ബോഡിയുടെ സൈസിനേക്കാളും 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ മാർക്ക് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് 1.5 ഇഞ്ച് അത് പിന്നെ ആസ് യൂഷ്വൽ നിങ്ങളുടെ സൈസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതായത് ഒരു എക്സൽ സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ 1 ഇഞ്ചാണ് എക്സ്ട്രാ എടുക്കാറുള്ളത്. നമ്മൾ നല്ല രീതിയിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ഷേപ്പൊക്കെ കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക പ്രൊഫഷണലായിട്ട് പഠിക്കണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് തന്നെ ക്ലോത്തൊക്കെ വാങ്ങി അല്ലെങ്കിൽ വീട്ടിലുള്ള പഴയ സാരികളൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരെ കൊണ്ടും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആ ഒരു മെഷറിൽ തന്നെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ നമുക്ക് ചെസ്റ്റിൻ്റെ ആ ഒരു സൈസ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ബോഡിയുടെ സൈസ് എടുക്കുന്നില്ല. കാരണം നമുക്ക് ബോഡിയുടെ സൈസ് ഓരോരുത്തർക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ ബോഡിയുടെ സൈസ് മെഷർ ചെയ്യാറില്ല കേട്ടോ. അതായത് ചെസ്റ്റ് സൈസിൽ നിന്നും ഞാനൊരു 1/2 ഇഞ്ച് മാത്രം ബോഡിയുടെ ആ ഒരു പീസിൻ്റെ അടുത്ത് ഞാൻ കുറക്കുന്നുള്ളൂ കേട്ടോ. അതായത് ആ ഒരു കർവ് ഞാൻ ഒരു 1/2 ഇഞ്ച് കർവ് കുറച്ചിട്ട് ബാക്കി സ്ലിറ്റിൻ്റെ ആ ഒരു പോർഷനിൽ ആ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നമ്മുടെ ആ ഒരു ചെസ്റ്റിൻ്റെ ആ ഒരു സൈസിൻ്റെ അടുത്ത് വന്നിട്ട് അതായത് ആം ഹോളിൻ്റെ ആ ഒരു ഇറക്കത്തിൽ നിന്നും നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗത്തും കറക്റ്റായിരിക്കും നമ്മുടെ ആ ഒരു പോയിൻ്റ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതാ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും വേറെ വേറെ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. പിന്നെ ഞാനിതാ ലൈനിങ്ങും കൂടി ഇതിൽ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട്. ലൈനിങ് ക്ലോത്ത് ഞാൻ മെയിൻ ക്ലോത്തിൻ്റെ അത്ര തന്നെ ലെങ്ത്തിലൊന്നും എടുക്കുന്നില്ല കേട്ടോ.
ഈ ഒരു സൽവാറിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വന്നിട്ട് നമ്മൾ എടുക്കുന്നത് 43 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലോത്ത് ഞാൻ എടുക്കുന്നത് നമ്മുടെ ഫാഷൻ പരാഗ് എന്ന് പറഞ്ഞിട്ടുള്ള പയ്യന്നൂരിലുള്ള ഷോപ്പിലാണ് കേട്ടോ. കണ്ണൂർ പയ്യന്നൂരിലുള്ള ഷോപ്പിലാണ്. സാധാരണ ക്ലോത്തൊക്കെ വിൽക്കുന്ന കടകളിലൊക്കെ ഒന്ന് ചോദിച്ചാൽ മതിയാവും. ഇത് ഫ്ലോറൽ പ്രിൻറ്റിങ് ആണ് കേട്ടോ. പോവാൻ ചാൻസ് ഉണ്ടാവും, വാഷ് ചെയ്യുമ്പോഴൊക്കെ പോകാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇതാ ഈ ഒരു ടോപ്പിൻ്റെ ടോട്ടൽ മെഷർമെൻറ്റ് വന്നിട്ട് 43 ഇഞ്ചാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്തുള്ള മെഷർമെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ബോഡിയുടെ ആ ഒരു സൈസും ചെസ്റ്റിൻ്റെ ആ ഒരു സൈസൊക്കെ നിങ്ങളുടെ തന്നെ പിന്നെ സൈസ് മെഷർ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം ക്ലോത്തിനോട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതാ സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് 13 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. നമുക്ക് 12 ഇഞ്ചാണ് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1 ഇഞ്ച് ഞാൻ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. നമുക്കവിടെ മടക്കി തയ്ച്ച് കൊടുക്കാനുള്ളതായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 13 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോരുത്തർക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ ആ ഒരു സൈസ് വന്നിട്ട്, അതായത് എവിടെയാണോ നമ്മൾ സ്ലിറ്റ് മാർക്ക് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ അവിടെ നിന്നും 20 ഇഞ്ച് ഇറക്കത്തിലോട്ട് കേട്ടോ. അപ്പോൾ അതും നമ്മൾ പഠിച്ചു. അപ്പം ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ യൂസ് ആക്കാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് കുർത്തീസൊക്കെ തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ. വെറുതെ കടകളിലൊക്കെ പോയി ഒരുപാട് വില കൊടുത്ത് വാങ്ങുന്നതിൽ നല്ലത് നല്ല നല്ല ക്ലോത്തൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് എന്താ പറയുക യൂസ്ഫുള്ളായി, അല്ലെങ്കിൽ നിങ്ങൾക്കത് പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു വരുമാന മാർഗ്ഗം കൂടി ആക്കാം കേട്ടോ. ഈ ഒരു ക്ലോത്ത് ഞാൻ വാങ്ങിയിട്ടുള്ളത് 2 മീറ്ററാണ്. അപ്പോൾ നമ്മൾ ടോപ്പിന് വെട്ടിയെടുത്ത ബാക്കി ക്ലോത്തിൽ വേണം നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട്. സ്ലീവ് കട്ട് ചെയ്യാനും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്ലോത്ത് 4ആക്കി മടക്കുക. എന്നിട്ട് ആ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗമാണ് നമുക്ക് ഷോൾഡറിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് കേട്ടോ. ഒരിക്കലും ഓപ്പൺ സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നിങ്ങൾ മാർക്ക് ചെയ്യരുത്. ഈ ക്ലോസ് ആയി കിടക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഷോൾഡറിൻ്റെ, അതായത് ഷോൾഡറിൻ്റെ ആ ഒരു പോയിൻ്റ് ഇല്ലേ അവിടെ വരുന്ന സംഭവം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ആം ഹോൾ വരുന്ന ഭാഗം, അതായത് ഓപ്പൺ സൈഡിൽ നിങ്ങൾ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലൊന്ന് കർവ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വന്നിട്ടുള്ളത് 18 ഇഞ്ചാണ്. പിന്നെ സ്ലീവിൻ്റെ വിഡ്ത്ത്, അതായത് വീതി വന്നിട്ട് ഞാൻ എടുക്കുന്നത് 7 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതും നമ്മൾ മാർക്ക് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. പിന്നെ സ്ലീവ് എപ്പോഴും നിങ്ങൾ ആ ഒരു കർവ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ തന്നെ നല്ല കുഴിച്ചിട്ട് തന്നെ നിങ്ങൾ കർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്ത് ചുളുങ്ങിയിട്ടൊക്കെ ഉണ്ടാവാറില്ലേ, പലപ്പോഴും ക്ലോത്ത് കൂടുതലായിട്ടും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇറങ്ങുന്ന ആ ഒരു ടൈപ്പൊക്കെ ഉണ്ടാവാറില്ലേ. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കർവ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ആം ഹോൾ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് കേട്ടോ. ഇതാകുമ്പോൾ നല്ല കറക്റ്റ് ഫിനിഷിങ്ങിൽ ഇത് അവിടെ കിടന്നോളൂ കേട്ടോ. അപ്പോൾ ഇതാ നല്ല രീതിയിൽ നമ്മൾ സ്ലീവൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്ലീവിൻ്റെ ഈ ഒരു കർവ് ചെയ്യുന്ന ഭാഗത്ത് സൈസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് സൈസൊക്കെ എടുത്തിട്ടാണ് നിങ്ങൾ ഈ ഒരു കർവ് മാർക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ടോപ്പിന് സ്ലീവ് കട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് മെഷർമെൻറ്റ് എടുക്കുക. എന്നിട്ട് ഇതാ നമ്മൾ സ്ലീവിനോട്ട് ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഇവിടെ ഇപ്പോൾ എനിക്ക് 11.5 ഇഞ്ചാണ് സ്ലീവിൻ്റെ ഈ ഒരു കർവ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ടോപ്പിൽ എത്രയാണ് നമുക്ക് നോക്കാം. ഏകദേശം ഒരു 11 ഇഞ്ചാണ് കേട്ടോ. 11 ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത്. ഒരു 1/2 ഇഞ്ച് മാത്രം എക്സ്ട്രാ വരുന്നുള്ളൂ. അത് കുഴപ്പമില്ല. നമുക്ക് കുറയുന്നതിലും കുറച്ചൊരധികം ആയിക്കഴിഞ്ഞാൽ അത്ര വലിയ പ്രശ്നം ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷേ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ കോർണർ വരുന്ന ഭാഗത്ത് ജോയിൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് എഴുതി അറിയിക്കുക. ഈ ഒരു സൽവാറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.